പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി നല്ല ദിവസം ആശംസിക്കുകയാണ്. രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ അതൊക്കെയാണ്. നമ്മൾ നേരെ ആദ്യ വാർത്തയിലേക്ക് പോകുന്നത്. കണക്കുകൾ എണ്ണിച്ചോദിക്കുന്നു ആരാണ് കോടതി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ എസ്റ്റിമേറ്റ് കണക്കിന് മാനദണ്ഡം അറിയിക്കണം എന്ന് ഹൈക്കോടതി പറയുകയാണ്. മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ ചെലവ് സർക്കാർ ഹാജരാക്കണം. കേരളത്തിന് ദുരിതാശ്വാസ സഹായം നൽകുന്നതിൽ കേന്ദ്രം നിലപാട് അറിയിക്കണം എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വയനാട് ഉരുൾപൊട്ടൽ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് സർക്കാരിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. എസ്റ്റിമേറ്റ് തുക കണക്കാക്കുമ്പോൾ എങ്ങനെ തുക വകയിരുത്തുമെന്നത് കൃത്യമായി വേണം. ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ ചെലവ് സർക്കാർ ഹാജരാക്കണം. മൃതദേഹം സംസ്കരിക്കാൻ ഭൂമി ഏറ്റെടുത്തതിന് ചെലവായ തുകയും അറിയിക്കണം. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം ലഭ്യമാക്കാൻ നിർദ്ദേശിക്കണമെന്ന് അമിക്കസ് ക്യൂറി കോടതിയോട് അഭ്യർത്ഥിച്ചു. തുടർന്ന് കേരളത്തിന് ദുരിതാശ്വാസ സഹായം നൽകുന്നതിൽ കേന്ദ്രം നിലപാട് അറിയിക്കണമെന്നും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. 24 കൊച്ചി. മുണ്ടക്കൈ ചൂരൽമല വിലങ്ങാട് പ്രകൃതി ദുരന്തങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തി നിയമസഭ. സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് ചൂരൽമലയിൽ ഉണ്ടായത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 1200 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേന്ദ്ര സഹായം ലഭിക്കാത്തത് ദൗർഭാഗ്യകരം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്. 15ാം നിയമസഭയുടെ 12ാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവർക്ക് സഭയുടെ ആദരം. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കാൻ പ്രത്യേകം പഠനം നടത്തണമെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും ദുരന്ത വാർത്ത അപ്രത്യക്ഷമായെന്നും സ്പീക്കറുടെ വിമർശനം. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുന്നതിന് ആവശ്യമായ പഠനം നടത്താനും തയ്യാറാവേണ്ടതുണ്ട്. അങ്ങനെ കണ്ടെത്തുന്ന പ്രദേശങ്ങളിൽ നിന്നും ജനതയെ പൂർണ്ണമായും മാറ്റി പുനരധിവസിപ്പിക്കാൻ പാക്കേജും ആവശ്യമാണ്. ഇനിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ നടക്കേണ്ട ചർച്ചയല്ല ഇത്. അപകടത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന നിലയിൽ കണക്കുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്തിമോപചാരം. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വീകരിച്ച നടപടികളും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള ഇത്തരം ദുരന്തങ്ങളെ പ്രതിരോധിക്കാനും അവയുടെ ആഘാതം പരമാവധി ലഘൂകരിക്കാനും സംസ്ഥാന സർക്കാർ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച പ്രതിപക്ഷം കേന്ദ്ര സഹായം വൈകുന്നതിനെ വിമർശിച്ചു. താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും നമുക്കുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ പോകാൻ നമുക്ക് വയ്യ. ഇനിയൊരു ദുരന്തമുണ്ടാകാതെ തങ്ങളുടെ നാടിനെ സംരക്ഷിക്കണമെന്ന് സ്ഥലം MLA T സിദ്ദീഖ്. നമ്മുടെ ഉത്തരവാദിത്തം ഇനിയൊരു ദുരന്തം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ നടപടികളാണ്. വയനാട് ദുരന്തമെന്ന് പറയാതെ ചൂരൽമല ദുരന്തമെന്ന് പറയാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മന്ത്രി K രാജന്റെ അഭ്യർത്ഥന. വയനാട് എന്ന തുടർച്ചയായിട്ടുള്ള പ്രയോഗങ്ങൾ വയനാട്ടിലേക്ക് ആളുകൾ എത്തുന്നതിൽ പോലും പ്രയാസമുണ്ടാകുന്നു എന്ന പൊതുസമൂഹത്തിന്റെ അഭ്യർത്ഥന കൂടി കണക്കിലെടുത്തുകൊണ്ട് ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 24 തിരുവനന്തപുരം. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് തിങ്കളാഴ്ചയ്ക്ക് മുൻപ് MR അജിത് കുമാറിനെ മാറ്റണം എന്ന് CPIയുടെ അന്ത്യശാസനം. ഇന്നലെ മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ CPI മന്ത്രിമാർ കടുത്ത നിലപാട് സ്വീകരിച്ചു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ MR അജിത് കുമാർ പോലീസിന് അനുകൂലമായ റിപ്പോർട്ട് നൽകിയതിലെ അമർഷം മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചുവെന്നാണ് വിവരം. ADGP വിഷയം പരിശോധിച്ചു വരികയാണെന്നും കുറ്റക്കാരനെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. പൂരം കലക്കിയതിലും RSS നേതാക്കളെ കണ്ടതിലും ADGPക്ക് മാപ്പില്ലെന്ന നിലപാടിലാണ് CPI. ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റണമെന്ന് CPI തുടർച്ചയായി ആവശ്യപ്പെടുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. തിങ്കളാഴ്ച നിയമസഭയിൽ ADGP വിഷയം പ്രതിപക്ഷം കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് നടപടി വേഗത്തിലാക്കണമെന്ന് CPI ആവശ്യപ്പെടുന്നത്. സഭയ്ക്കുള്ളിൽ ഭരണപക്ഷത്തെ അടിക്കാനുള്ള വടിയായി MR അജിത് കുമാർ മാറുന്ന നിലപാടാണ് CPIക്ക്. ADGP വിഷയത്തിൽ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ ഉപസമിതി യോഗത്തിലും ഉറപ്പു നൽകി. ഇനിയും നീണ്ടുപോകാൻ പറ്റില്ലെന്നും തിങ്കളാഴ്ചയ്ക്ക് മുൻപ് നടപടി വേണമെന്നും മന്ത്രി K രാജൻ. കുറ്റക്കാരനെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. തൃശൂർ പൂരം കൈകാര്യം ചെയ്യുന്നതിൽ ADGPക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് DGPയുടെ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം പരിശോധനയിലാണ്. പരിശോധന നടത്തി അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും നടപടിയിലേക്ക് പോകും. പൂരത്തിൽ പോലീസിന് അനുകൂലമായി അജിത് കുമാർ റിപ്പോർട്ട് നൽകിയതാണ് മുഖ്യമന്ത്രിയുടെ അമർഷത്തിന് കാരണം. പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന റിപ്പോർട്ടിനോട് യോജിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി.
മന്ത്രിസഭയിലെ കക്ഷി നേതാക്കളെ ഇക്കാര്യം അറിയിച്ചു. പോലീസ് ചെയ്ത കാര്യങ്ങളെല്ലാം എല്ലാവരും കണ്ടതല്ലേ എന്നും മുഖ്യമന്ത്രി മന്ത്രിമാരോട് ചോദിച്ചു. 24 തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിനെ കുറിച്ചുള്ള പരാതി അന്വേഷിക്കുന്ന പ്രത്യേക സംഘം DGP ഓഫീസിൽ അടിയന്തര യോഗം ചേരുന്നു. മുഖ്യമന്ത്രിക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് യോഗം. ഷഫീദ് റാവത്ത് വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഇന്നു തന്നെ ആ റിപ്പോർട്ട് സമർപ്പിക്കാനാണോ അന്വേഷണ സംഘത്തിന്റെ ആലോചന? തുടർന്ന് ഇന്നു തന്നെ ഒരുപക്ഷെ ADGPയെ മാറ്റിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി പോകും എന്ന് കരുതാമോ ഷഫീദ്? അടിസ്ഥാനത്തിൽ ഉന്നതതല സമിതി അത് സംസ്ഥാന പോലീസ് മേധാവി 30 ദിവസമായിരുന്നു അന്വേഷണ സംഘത്തിന് കൊടുത്തിരുന്ന സമയപരിധി. 30ാം നാൾ ഇന്ന് തീരുകയാണ്. ഇന്നിപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. DGP ഓഫീസിൽ പ്രത്യേക സംഘം, ഈ പറയുന്ന അജിത് കുമാറിനെ കുറിച്ചുള്ള പരാതി അന്വേഷിക്കുന്ന പ്രത്യേക സംഘം DGP ഓഫീസിൽ അടിയന്തര യോഗം ചേരുകയുമാണ്. ഷഫീദെ, കേൾക്കാവോ? ഞാൻ ചോദിച്ചത് ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണോ അന്വേഷണ സംഘത്തിന്റെ ആലോചന? ഹാഷ്മി, ഇന്ന് തന്നെ ആ റിപ്പോർട്ട് സമർപ്പിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കാരണം സമയപരിധി അത് അവസാനിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം TV അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ പരാതിയായി നൽകിയിരുന്നു. ആ പരാതിയിലാണ് അന്വേഷണം നടത്തിയത്. ആ റിപ്പോർട്ട് സമർപ്പിക്കും മുൻപ് പോലീസ് ആസ്ഥാനത്ത് ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിന്റെ യോഗം ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. IG സ്പർജൻ കുമാർ, DIG തോംസൺ ജോസ്, SP-മാരായ ഷാനവാസ്, മധുസൂദനൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി ആ റിപ്പോർട്ട്, അതൊരു സമഗ്രമായ റിപ്പോർട്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ആ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ആ റിപ്പോർട്ട് വന്നിട്ട് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. CPI അടക്കം അവരുടെ നിലപാട് കടുപ്പിച്ചപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷേ CPI ഇപ്പോൾ ഒരു ഡെഡ് ലൈൻ, ഒരു അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ചയ്ക്ക് മുൻപ് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. കാരണം തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട ADGP MR അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന് DGPയുടെ റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുൻപിലുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കൂടി CPIയുടെ ശക്തമായ സമ്മർദ്ദം അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് പക്ഷേ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP ഉടൻ മാറിയേക്കും. ഓക്കെ, ഷഫീദ് റാവത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി ഇവർക്കൊക്കെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ വലിയൊരു പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ ADGPക്കെതിരെയുള്ള പരാതികളിൽ DGP സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാർ കുറ്റക്കാരനാണ് എന്ന കണ്ടെത്തലൊക്കെ ഉണ്ടാവോ എന്നൊക്കെ നമുക്ക് ആ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം അറിയേണ്ടതാണ്. എന്തായാലും അത് കാത്തിരുന്ന് കാണാം. അതിനിപ്പോൾ അധിക സമയങ്ങൾ കാത്തിരിപ്പ് നീളില്ല എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. വിവാദാഭിമുഖത്തിൽ PR ഏജൻസിക്കെതിരെ നടപടിയില്ലാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. CPM-നെ BJP-യുമായി ബന്ധിപ്പിക്കാനാണ് PR ഏജൻസി എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിക്കുകയാണ്. വിവാദത്തിൽ വാസ്തവം എന്തെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്ന് സമസ്ത മുഖപത്രം സുപ്രഭാതം വിമർശിക്കുകയും ചെയ്യുന്നു. മലപ്പുറത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് താൻ പറയാത്ത കാര്യങ്ങളാണ് ദ ഹിന്ദുവിൽ അച്ചടിച്ചു വന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുന്നു. ഇതോടെ വിവാദം അവസാനിക്കുമെന്നായിരുന്നു CPIM-ന്റെ കണക്കുകൂട്ടൽ. എന്നാൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യം അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച PR ഏജൻസിക്കെതിരെ എന്തുകൊണ്ട് നടപടിയില്ലെന്ന ചോദ്യം ശക്തമാവുകയാണ്. PR ഏജൻസിയുടെ പങ്കിനെക്കുറിച്ച് ദ ഹിന്ദുവും മുഖ്യമന്ത്രിയും പറയുന്ന കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങളുണ്ട്. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിനോട് PR ഏജൻസി വിവാദവും ചേർത്തുവയ്ക്കുകയാണ് പ്രതിപക്ഷം. ADGPയുടെ മുഖ്യ ജോലി RSS നേതാക്കളെ കാണുന്നതാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന അഡീഷണൽ DGPയുടെ പ്രധാന ജോലി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ നോക്കിയാൽ RSS നേതാക്കളെ കാണാനാണ് മുഖ്യ ജോലി. അതും രഹസ്യമായിട്ട് സ്വകാര്യ കാറിൽ പോയി കാണുക, അതാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ ജോലി. ആരാണ് ലോ ആൻഡ് ഓർഡർ ADGP? LDF സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിലാക്കുന്ന ചോദ്യങ്ങളിൽ നിയമസഭയിൽ പോലും ഒളിച്ചോട്ടമെന്ന സമസ്ത മുഖപത്രമായ സുപ്രഭാതം കുറ്റപ്പെടുത്തി. കേരളം അറിയാൻ ആഗ്രഹിച്ച ഉത്തരങ്ങളിൽ നിന്നുള്ള സർക്കാരിന്റെ ഒളിച്ചോട്ടത്തിൽ ദുരൂഹതയുണ്ടെന്നും PR ഏജൻസിക്കെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നുമാണ് ആവശ്യം. 24 ഡൽഹി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി BJPയുടെ പ്രതിഷേധം. എറണാകുളത്ത് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡുകൾ തള്ളിമാറ്റാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കായിരുന്നു BJP പ്രതിഷേധം. V. മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോടും പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗമുണ്ടായി. പാലക്കാട്, കോട്ടയം കളക്ടറേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിലും നേരിയ സംഘർഷമുണ്ടായി. ഫോൺ ചോർത്തലിൽ PV അൻവർ MLA-ക്കെതിരെ വീണ്ടും കേസ്. മലപ്പുറം അരീക്കോട് MSP ക്യാമ്പിൽ ഫോൺ ചോർത്തുന്നുണ്ടെന്ന പരാമർശം നടത്തിയതിനാണ് അൻവറിനെതിരെ കേസെടുത്തത്.
അതേസമയം നിയമസഭയിൽ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കില്ല എന്ന് പി വി അൻവർ വ്യക്തമാക്കി. കണ്ണൂരെ പ്രബലനായ CPM നേതാവിന്റെ പിന്തുണ തനിക്കുണ്ടെന്നും പി വി അൻവർ അവകാശപ്പെട്ടു. പി ശശിയുടെ വക്കീൽ നോട്ടീസ് ലഭിച്ചിട്ടില്ല. ഒരു ആരോപണത്തിലും പിന്നോട്ടില്ല. കേസുകൾ 100 എണ്ണമെങ്കിലും ചുരുങ്ങിയത് വരുമായിരിക്കുമെന്നും അൻവർ. കേസുകൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം സംസ്ഥാനത്താകെ കേസ് കൊടുക്കാൻ അവർ വളരെ വിദഗ്ധരുമായി സംസാരിച്ച് അതിന് ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് 100 കേസെങ്കിലും പ്രതീക്ഷിക്കാം. ഞായറാഴ്ച മഞ്ചേരിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിന് ശേഷം നിയമസഭാ സമ്മേളനത്തിനെത്താനാണ് അൻവറിന്റെ തീരുമാനം. എന്നാൽ ഇപ്പോൾ നൽകിയ സീറ്റിൽ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കില്ല. പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ കഴിയുമോ എന്ന് നിയമവിദഗ്ധരുമായി ആലോചിക്കും. ഞാൻ പ്രതിപക്ഷത്തിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ എന്തായാലും തയ്യാറാവില്ല. ഞാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ലല്ലോ. എന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്നെ ഒരു ബ്ലോക്കാക്കി അവർ അനുവദിക്കുന്നത് നിയമപരമായിട്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പ്രതിപക്ഷമാക്കാനുള്ള വലിയ വ്യഗ്രത. പദവികൾ വഹിക്കുന്ന കണ്ണൂരിലെ പ്രബലനായ CPIM നേതാവിന്റെ പിന്തുണ തനിക്കൊപ്പമുണ്ടെന്ന് പറഞ്ഞ അൻവർ അത് പി ജയരാജനല്ലെന്ന് വ്യക്തമാക്കി. കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രബലനായ ഒരു നേതാവ് ഈ വിഷയത്തിൽ എന്നോടൊപ്പമാണ്. അവർ ചർച്ച ചെയ്യുന്നുണ്ട്. CPM ലീഡർ പാർട്ടി സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന ആൾ തന്നെ. അല്ലല്ല, ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത ആൾക്കാരെ സാധുക്കളെ പേരുണ്ട്. ആ സാധു ഇല്ലെങ്കിൽ തന്നെ ആരോ എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇടങ്ങാറായി എനിക്ക് എന്നെ കുറെ തെറി വിളിക്കേണ്ടി വന്നത് എൻ്റെ കൂടെ അല്ല എന്നാക്കാൻ വേണ്ടി. മലയോരത്തെ വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട് അൻവർ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം അരീക്കോട് MSP ക്യാമ്പിൽ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് വഴിവിട്ട രീതിയിൽ ഫോൺ ചോർത്തുന്നുണ്ടെന്ന പരാമർശം നടത്തിയതിന് അൻവറിനെതിരെ മഞ്ചേരി പോലീസ് കേസെടുത്തു. SOG സൂപ്രണ്ടിന്റെ പരാതിയിലാണ് കേസെടുത്തത്. 24 മലപ്പുറം. രാകേഷ് റോഷൻ പറയുകയാണ്, ആഷ്മി വളവുകളിൽ ബസ് നിർത്തി ആളുകളെ കയറ്റുന്നതും ഇറക്കുന്നതും ഒഴിവാക്കാൻ പറയണം. വളവുകളിൽ നിർത്തുന്നത് അപകടം വിളിച്ചു വരുത്തുന്നതാണ്. എൻ്റെ മുന്നിൽ 3 അപകടമാണ് ഇന്ന് കാറിൽ വരുമ്പോൾ ഉണ്ടായെന്ന് പറയുന്നു. ശരിയാണ്, 100% ശരിയാണ്. അത് പരിശോധിക്കണം. മാത്രമല്ല ബസ് നിർത്തുമ്പോൾ സൈഡൊക്കെ ഉണ്ടോ എന്ന് നോക്കി നിർത്തുക എന്നൊക്കെയാണ്. പല സൈഡിൽ നമ്മൾ പോകുമ്പോൾ റോഡിന് ഒത്ത അടുക്ക് ബസ് നിർത്തി ആളെ കയറ്റി നിർക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒത്ത അടുക്കെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി പോകുന്ന റോഡിൻ്റെ ആ സൈഡിൽ. ഷാജി പൊയ്കയിൽ പറയുന്നു, ഹാഷ്മി ഞങ്ങളുടെ സൈറ്റിൽ ബേബിക്കുട്ടി അച്ചായൻ പറയുന്നു കമൻ എന്താ വായിക്കാത്തത്. അച്ചായ ഒരുപാട് വാർത്ത അതുകൊണ്ട്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കണ്ണൂർ കമ്മീഷൻ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് പലയാവർത്തി ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധക്കാരെ നീക്കാൻ പോലീസ് ശ്രമിച്ചത് വാക്കേറ്റത്തിനിടയാക്കി. പോലീസ് കാര്യമായ ബലപ്രയോഗത്തിന് മുതിരാതിരുന്നതോടെ സംഘർഷ സാഹചര്യം ഒഴിവായി. 56 വർഷം മുൻപ് ലേ ലഡാക്കിൽ വിമാനാപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം കാരൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ എത്തിച്ചു. അവിടെയും ഒരു ചെറിയ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അത് നാടിന് സൈനികന് ഒരു നാട് നൽകുന്ന അല്ലെങ്കിൽ നൽകേണ്ട വീരോചിതമായ യാത്രയപ്പ് എന്നതിനപ്പുറം 56 വർഷത്തെ നീണ്ട തലമുറകളുടെ കാത്തിരിപ്പിനൊടുവിൽ ആ വീട്ടിലേക്ക് വീണ്ടും തോമസ് ചെറിയാൻ അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങി വരുന്നു എന്നുള്ള ഒരു വലിയ കാര്യം കൂടി, ഒരു വലിയ പ്രത്യേകത കൂടി അതിനുണ്ട്. AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, എപ്പോഴാണ് പള്ളിയിലെ സംസ്കാര നടപടികൾ തുടങ്ങുക? എങ്ങനെയാണ് അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ? ജയശങ്കർ, ഈ നാടിന്റെ അവസാന സ്നേഹം ഏറ്റുവാങ്ങി തോമസ് ചെറിയാന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അല്പസമയത്തിനകം തന്നെ ഈ അന്ത്യശുശ്രൂഷയും ഒപ്പം പള്ളിയിലെ പൊതുദർശനവും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. അതിനു മുമ്പ് സൈന്യം അവരുടെ പ്രിയപ്പെട്ടവന്, അവരുടെ ഭാഗമായിരുന്ന ഒരാൾക്ക് തങ്ങളുടെ ഔദ്യോഗിക ബഹുമതികൾ നൽകും. അതും പള്ളിയിൽ വെച്ച് തന്നെയായിരിക്കും നൽകുക. സംസ്കാരത്തിന് തൊട്ടു മുമ്പായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുക. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സൈന്യം ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേരള പോലീസ് വീട്ടിൽ വെച്ച് പോലീസിന്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകി. പോലീസിന്റെ ഔദ്യോഗിക യാത്ര ആദരവ് അർപ്പിച്ചു കഴിഞ്ഞു. വീട്ടിൽ വെച്ചാണ് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയത്. ഇനി പള്ളിയിലെ കുറച്ചധികം മതപരമായ ചടങ്ങുകൾ, ശുശ്രൂഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാകാനുണ്ട്. അതിനുശേഷം വളരെ അടുത്ത ബന്ധുക്കൾക്ക് ഒരു വട്ടം കൂടി കാണാനുള്ള, അന്ത്യചുംബനം നൽകാനുള്ള അത്തരം അവസരങ്ങൾ ഒരുക്കും. അതിനുശേഷമായിരിക്കും ഭൗതികദേഹം സംസ്കാരത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലേക്ക് കൊണ്ടുപോവുക. പള്ളിയുടെ പൊതു ശ്മശാനത്തിലല്ല, സെമിത്തേരിയിലായിരിക്കില്ല ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. പ്രത്യേക ഇടത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലായിരിക്കും മറ്റ് ചടങ്ങുകൾ ഉണ്ടാകുക. വലിയൊരു ജനാവലി തന്നെ രാവിലെ ഈ ഭൗതികദേഹം ഇലന്തൂരിലെത്തിയ ഘട്ടം മുതൽ ഉണ്ടായ അതേ ജനാവലി ഈ പള്ളി അങ്കണത്തിലുമുണ്ട്. അവിടെയും നിരവധി ആളുകൾ തോമസ് ചെറിയാനെ ഒരു വട്ടം കാണാൻ, അദ്ദേഹത്തിന് വേണ്ട യാത്രയയപ്പ് നൽകാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് ഈ നാടിനെ സംബന്ധിച്ച് വളരെ വൈകാരികമായൊരു വിഷയമാണ്, വൈകാരികമായ കാര്യമാണ്. 22 വയസ്സിൽ 18-ാം വയസ്സിൽ സൈന്യത്തിൽ ചേരുന്നു. 22-ാം വയസ്സിൽ മരിക്കുന്നു. നീണ്ട 56 വർഷത്തെ അനിശ്ചിതത്വം. അതിനുശേഷം വലിയ ചോദ്യത്തിന് ഉത്തരമായി 56 വർഷത്തിന് ശേഷം പഴയ 22-കാരൻ അന്ത്യയാത്രയ്ക്കൊഴുങ്ങി പള്ളിയിലേക്ക് വരുന്നു എന്ന വൈകാരികത അതിലുണ്ട്.
തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രസാദമായി നൽകുന്ന ലഡുവിൽ മായം ചേർത്തുവെന്ന ആരോപണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് സുപ്രീംകോടതി. CBI ഡയറക്ടറുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. വിശ്വാസികളുടെ വികാരത്തെ സ്പർശിക്കുന്ന വിഷയമാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിക്കുകയാണ്. തിരുപ്പതി ലഡുവിൽ മായം ചേർത്തെന്ന ആരോപണത്തിന്റെ പേരിൽ കോടതിയെ രാഷ്ട്രീയ പോർക്കളമാക്കി മാറ്റാൻ കഴിയില്ലെന്ന് ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. വിശ്വാസികളുടെ വികാരത്തെ സ്പർശിക്കുന്ന സംഭവമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. തുടർന്നാണ് പ്രശ്ന പരിഹാരത്തിനായി സ്വതന്ത്ര അന്വേഷണം നടക്കട്ടെ എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കും. CBI ഡയറക്ടർ നിർദ്ദേശിക്കുന്ന 2 ഉദ്യോഗസ്ഥരെയും ആന്ധ്രാപ്രദേശ് പോലീസ് സേനയിലെ 2 ഉദ്യോഗസ്ഥരെയും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയാണ് അന്വേഷണ സംഘത്തിൻ്റെ രൂപീകരണം. അന്വേഷണത്തിൻ്റെ മേൽനോട്ടം CBI ഡയറക്ടർക്ക് ആയിരിക്കും. ആന്ധ്രാപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ സുപ്രീം കോടതി അതൃപ്തി അറിയിച്ചിരുന്നു. ആരോപണങ്ങളിൽ സത്യമുണ്ടെങ്കിൽ വീഴ്ച അംഗീകരിക്കാൻ ആകാത്തതെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞു. R. അച്യുതൻ, 24, ഡൽഹി. റീന സതീശൻ പറയുന്നു, ഹാഷ്മി പുഞ്ചിരി ദിനമായി ഇന്ന് ഞങ്ങൾ സ്ഥിരം പ്രേക്ഷകരുടെ വകയെ ഹാഷ്മിക്ക് സ്നേഹത്തിന് നൽകി പുഞ്ചിരി സമ്മാനിക്കുന്നു. താങ്ക് യു. NCPയിൽ മന്ത്രിമാറ്റം വൈകുന്നതിൽ അതൃപ്തി പരസ്യമാക്കി തോമസ് കെ തോമസ് MLA. തനിക്ക് എന്താണ് അയോഗ്യത എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാണ് MLAയുടെ ആവശ്യം. തോമസ് കെ തോമസ് മാത്രം വിചാരിച്ചാൽ മന്ത്രിയാകില്ലെന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ കത്ത് നൽകിയിട്ടും മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിലാണ് തോമസ് കെ തോമസ് എതിർപ്പ് പരസ്യമാക്കിയത്. കഴിഞ്ഞ ദിവസം NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ, മന്ത്രി AK ശശീന്ദ്രൻ, തോമസ് കെ തോമസ് എന്നിവർ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മന്ത്രിമാറ്റം വേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. എന്താണ് ആ രാഷ്ട്രീയ സാഹചര്യമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് തോമസ് കെ തോമസ്. എന്താണ് തോമസ് കെ തോമസിൻ്റെ അയോഗ്യത എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തണം. മന്ത്രിയാകുമോ ആകാതിരിക്കുകയോ ചെയ്യട്ടെ, ഇതൊക്കെ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ തലയിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരാളെ അപമാനിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. തന്റെ പേരിൽ സാമ്പത്തിക ആരോപണം ഉണ്ടെന്ന വാർത്ത തോമസ് കെ തോമസ് നിഷേധിച്ചു. വാർത്തയ്ക്ക് പിന്നിൽ പാർട്ടിയിലെ തന്നെ ചിലർ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് MLAയുടെ സംശയം. AK ശശീന്ദ്രൻ തന്നെ മന്ത്രിയായി തുടരാനാണ് മുഖ്യമന്ത്രിയുടെ താൽപര്യമെന്നും തോമസ് കെ തോമസിന് പരാതിയുണ്ട്. തോമസ് കെ തോമസ് മാത്രം വിചാരിച്ചാൽ മന്ത്രിയാകില്ലെന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. അദ്ദേഹം തീരുമാനിച്ചാലും മന്ത്രിയാവില്ല. NCPയുടെ മന്ത്രി ആരാണെന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടി തന്നെയാണ്. അതിലൊരഭിപ്രായ വ്യത്യാസവും ഇല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് ഈ വിഷയം വന്നിട്ടില്ല. NCPയിലെ ആഭ്യന്തര കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുന്നതിൽ പാർട്ടിയിലെ ഒരു വിഭാഗവും കടുത്ത അതൃപ്തിയിലാണ്. മന്ത്രിമാറ്റം വൈകിയാൽ NCPയിൽ പൊട്ടിത്തെറിക്കും സാധ്യതയുണ്ട്. 24, തിരുവനന്തപുരം. കോഴിക്കോട് നാദാപുരം തൂണേരിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഷിബിനെ കൊലപ്പെടുത്തിയ കേസിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെ പ്രതികളെ വെറുതെ വിട്ട സെഷൻസ് കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കി. കേസിൽ 8 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാണ് വിധി ഭാഗികമായി റദ്ദാക്കിയത്. സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ ഉൾപ്പെടെ നൽകിയ അപ്പീലിലാണ് വിധി. മുസ്ലിം ലീഗ് പ്രവർത്തകരടക്കമുള്ള 17 പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള എരഞ്ഞിപ്പാലം അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കെതിരെയായിരുന്നു സർക്കാരിന്റെ അപ്പീൽ. കേസ് പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കീഴ്ക്കോടതി വിധി ഭാഗികമായി റദ്ദാക്കി. കേസിൽ 1 മുതൽ 6 വരെ പ്രതികളെയും 15-16 പ്രതികളെയും കുറ്റക്കാരെന്ന് ഹൈക്കോടതി കണ്ടെത്തി. പ്രതികൾ 15-ന് ഹാജരാകണമെന്ന് കോടതി ഉത്തരവിട്ടു. ശിക്ഷ അന്ന് വിധിക്കും. ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്ത് ഷിബിന്റെ പിതാവ്. വേദനാജനകമായ ഒരു വിധിയായിരുന്നു ബഹുമാനപ്പെട്ട മാറാട് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഈ ഒരു വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുള്ള വിധി മാറാട് കോടതിയിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതായി. പക്ഷേ നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിധി വലിയൊരു സമാശ്വാസമാണ് നൽകിയത്. കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി കണ്ടെത്തിയായിരുന്നു 18 പ്രതികളിൽ 17 പേരെ അഡീഷണൽ സെഷൻസ് ജഡ്ജി S. കൃഷ്ണകുമാർ വെറുതെ വിട്ടത്. 2015 ജനുവരി 22-നായിരുന്നു കൊലപാതകം. കേസിൽ തെയ്യമ്പാടി ഇസ്മായിൽ, സഹോദരൻ മുനീർ എന്നീ മുസ്ലിം ലീഗ് പ്രവർത്തകരും പ്രതികളായിരുന്നു. രാഷ്ട്രീയവും വർഗീയവുമായ വിരോധത്താൽ ലീഗ് പ്രവർത്തകരായ പ്രതികൾ മാരകായുധങ്ങളുമായി ഷിബിൻ ഉൾപ്പെടെയുള്ള CPIM പ്രവർത്തകരെ ആക്രമിച്ചെന്നാണ് കേസ്. 24, കൊച്ചി. ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ സൈബർ ആക്രമണ പരാതിയിൽ ലോറി ഉടമ മനാഫിനെതിരെ കേസെടുത്ത് പോലീസ്. സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചുവെന്നാണ് FIR. ശിക്ഷിക്കപ്പെട്ടാലും താൻ അർജുന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് മനാഫ് പ്രതികരിച്ചു. അതിനിടെ മനാഫ് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയുമായി കോഴിക്കോട് സ്വദേശിയായ തടിമിൽ ഉടമ രംഗത്തെത്തി. വൈകാരികത ചൂഷണം ചെയ്ത് പണപ്പിരിവ് നടത്തുന്നു എന്നതുൾപ്പെടെ മനാഫിന് നേരെ അർജുന്റെ കുടുംബം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു.
ഇതിനു പിന്നാലെ വ്യാപക സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നത്. കഴിഞ്ഞ ദിവസം അർജുന്റെ സഹോദരി അഞ്ജു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് മനാഫിനെ പ്രതിയാക്കി കേസെടുത്തത്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് എഫ്ഐആർ. പോലീസിന്റെ സൈബർ വിങ് പ്രത്യേകം സോഷ്യൽ മീഡിയ വാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ സ്ത്രീത്വത്തിനെതിരെയുള്ള പരാമർശം നടത്തുന്നവർ, അതേപോലെ രാജ്യത്ത് ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിൽ, ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന രീതിയിലും കലാപമുണ്ടാക്കുന്ന രീതിയിലൊക്കെ ഒരു കമന്റുകൾ ഉള്ളവർ പറയുന്നു. അത്തരം കമന്റുകൾ പ്രതിയാക്കിക്കൊണ്ട് കേസന്വേഷണം മുന്നോട്ട് പോകും. താൻ മതസ്പർദ്ധ ഉണ്ടാക്കിയിട്ടില്ലെന്നും വിവാദങ്ങളിൽ കടുത്ത മാനസിക സംഘർഷമുണ്ടെന്നും മനാഫ് പ്രതികരിച്ചു. ഞാൻ മതങ്ങളെ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂല. വറീഡാവുണ്ട്. ഞാൻ വിചാരിച്ച് ഇവനെ കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചു. ഇല്ല. അതിനിടെ ലോറി ഉടമ മനാഫ് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയുമായി കോഴിക്കോട് സ്വദേശിയായ തടിമില്ലുടമ രംഗത്തെത്തി. റാണിവുഡ് ഇൻഡസ്ട്രീസ് ഉടമ KV ശശിധരനാണ് പോലീസിനെ സമീപിച്ചത്. കള്ളക്കേസിലൂടെ മില്ല് തട്ടിയെടുക്കാൻ മനാഫ് ശ്രമിച്ചെന്നും കോടതിയെ സമീപിച്ചാണ് സ്വത്ത് തിരിച്ചുപിടിച്ചതെന്നും ശശിധരൻ പറഞ്ഞു. എൻ്റെ ഭാര്യ ഉണ്ടേനും മില്ലിൽ ഭാര്യനോട് കൈ ചൂണ്ടി പറഞ്ഞ് ഭർത്താവിനെയും മകനെയും നിങ്ങൾ അധികം കാണില്ലിട്ടോ എന്ന് പറഞ്ഞു. ഞാൻ കൊന്നുകളയും നടക്കണം. മില്ലിന്റെ യഥാർത്ഥ ഉടമ താനാണെന്നും തട്ടിപ്പിന് ശ്രമിക്കുന്നത് ശശിധരനാണെന്നുമാണ് മനാഫിന്റെ വിശദീകരണം. 24 കോഴിക്കോട്. പീഡനക്കേസിൽ പ്രതിയായ നടൻ ഇടവേള ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. രണ്ടാം തവണയാണ് ചോദ്യം ചെയ്യൽ. ആലുവ സ്വദേശിയായ നടി നൽകിയ കേസിൽ നേരത്തെ ഇടവേള ബാബുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരുന്നു. കോഴിക്കോട് നടക്കാവിലും ഇടവേള ബാബുവിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഏതു പശ്ചാത്തലത്തിലാണ് രണ്ടാമത് വിളിച്ചു വരുത്തിയതെന്ന് അറിയില്ല എന്ന് ഇടവേള ബാബു 24നോട് പറഞ്ഞു. സിനിമാ നയരൂപീകരണ സമിതിയുടെ പുനഃസംഘടനയിൽ ചലച്ചിത്ര സംഘടനകൾക്ക് കടുത്ത അതൃപ്തി. സിനിമാ സംഘടനകളെയും സിനിമാ പ്രവർത്തകരെയും സമിതിയിൽ ഉൾക്കൊള്ളിക്കാത്തതിലാണ് പ്രതിഷേധം. നിർമ്മാതാക്കളുടെ സംഘടനയും ഫിലിം ചേംബറും മാക്ടയും വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. സമിതി രൂപീകരിച്ചപ്പോൾ തന്നെ സിനിമാ സംഘടനകൾ എതിർപ്പ് വ്യക്തമാക്കിയിരുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട് ആരും സമിതിയിലില്ലെന്നായിരുന്നു വിമർശനം. സിനിമാ മന്ത്രിക്കും സമിതി ചെയർമാനും ഇത് സംബന്ധിച്ച് കത്തും നൽകി. പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പും ലഭിച്ചു. മുകേഷിന്റെ ഒഴിവാക്കലിനും B ഉണ്ണികൃഷ്ണൻ രാജിക്കും പിന്നാലെ പുനഃസംഘടനയിലും സിനിമാ പ്രവർത്തകരെ ഉൾപ്പെടുത്തിയില്ല. സർക്കാർ പ്രതിനിധികളാണ് ഏറെയും. ഇതോടെയാണ് സംഘടനകൾ മുഖ്യമന്ത്രിയെ സമീപിച്ചത്. സിനിമയെ അറിയാവുന്ന, സിനിമയിൽ ജോലി ചെയ്യുന്ന, സിനിമയിലെ ആ ട്രേഡ് യൂണിയനുകളെ പങ്കെടുപ്പിക്കാതെ ഉള്ള ഒരു സിനിമാ നയരൂപീകരണ സമിതി കേരളത്തിൽ വന്നാൽ ശരിക്കും ഒരു കാരണവശാലും അത് വർക്കൗട്ട് ആവുന്നില്ല എന്നാണ് എനിക്ക് 100% മനസ്സിലാകുന്നത്. നിർമ്മാതാക്കളുടെ സംഘടനയുമായി ബന്ധമില്ലാത്ത ആളെയാണ് പ്രതിനിധിയെ പരിഗണിച്ചതെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. B ഉണ്ണികൃഷ്ണന്റെ ഒഴിവിലേക്ക് ഫെഫ്ക പ്രതിനിധികളെയും പരിഗണിച്ചില്ല. സിനിമയെക്കുറിച്ച് അറിയാത്തവരെ നയരൂപീകരണ സമിതിയിൽ ഉൾക്കൊള്ളിച്ചിട്ട് എന്ത് കാര്യമെന്നാണ് സംഘടനകളുടെ ചോദ്യം. 24 കൊച്ചി. കണ്ണൂർ വെടിയപ്പഞ്ചാലിൽ അങ്കണവാടിയിൽ വീണ മൂന്നര വയസ്സുകാരന് പരിക്ക്. തലയിൽ ആഴത്തിൽ മുറിവേറ്റ കുട്ടിക്ക് അങ്കണവാടി ടീച്ചർ മതിയായ ചികിത്സ നൽകിയില്ല എന്നാണ് പരാതി. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വൈകുന്നേരം കൂട്ടാൻ ചെന്നപ്പം ടീച്ചർ പറയുന്നു കുഞ്ഞിന് ചെറിയൊരു മുറിവുണ്ട്, പേടിക്കാനൊന്നും, കുഞ്ഞ് വീണയാണ്, പേടിക്കാനൊന്നുമില്ല, മരുന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതോട്ട് കുഞ്ഞ് വീട്ടിൽ ചെന്ന് കുഞ്ഞിനൊരു വൈകുന്നേരം ഒരു 4-5 മണിമ്പോൾ കുഞ്ഞ് നല്ലപോലെ പനിക്കാൻ തുടങ്ങി. പനിക്കാൻ ഇവർ ഫുൾ ഡൗൺ ആയിട്ട് അപ്പോൾ ക്ഷീണമായപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, നീ ആ മരുന്ന് കഴിയിട്ട് കുഞ്ഞിന് എന്തെങ്കിലും മുറിവുണ്ടെന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം മരുന്ന് കഴിയപ്പം പെങ്ങൾ പറഞ്ഞു ചേട്ടാ ഇത് മരുന്നെന്തോ അല്ല, എന്തോ പൊടി പോലെ സംഭവം എന്ന് പറഞ്ഞാൽ ചായപ്പൊടി ഇത് എന്തോ കാപ്പിപ്പൊടി സംഭവമാണ്, എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞ മരുന്ന് കഴിക്കളയാൻ പറഞ്ഞു. കഴിക്കപ്പോഴും കുഞ്ഞിന് അത്യാവശ്യം മുറിഞ്ഞിട്ടുണ്ട്. 20 ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു കുട്ടിക്ക് നല്ലോണം ഉള്ളിലേക്ക് വരികൊണ്ട് നിങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് ചെല്ലണം, അവിടെ CT സ്കാൻ ചെയ്യാനൊന്നും പറയാൻ പറ്റുന്നില്ല. നമ്മൾ അവിടെ നിന്ന് നേരെ വണ്ടി പരിയാരം മെഡിക്കൽ കോളേജ് എത്തി. പരിയാരം മെഡിക്കൽ കോളേജ് CT സ്കാൻ റിപ്പോർട്ട് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് കുട്ടിക്ക് ഇന്റർനൽ ബ്ലീഡിങ് ആയിട്ടുണ്ട് ഉള്ളിലേക്ക്, നമുക്കൊന്നും ചെയ്യാൻ പറ്റും, നിങ്ങൾ നേരെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര വിറവലാണ്. ഇപ്പം കുഞ്ഞ് 3.5 വയസ്സേ ഉള്ളൂ. അവനിപ്പം 3 വയസ്സായി ആകുന്നേ ഉള്ളൂ. ഭയങ്കര വിറവലാണ്, അവൻ ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഭയങ്കരമായിട്ട് വിറപ്പം ഡോക്ടർ റിപ്പോർട്ട് ഇപ്പം ഡോക്ടർ അവൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാഹുൽ സുരേഷ്. രാഹുൽ, പ്രധാനമായും ഈ മുറിവ് മറച്ചു വെക്കാൻ നീക്കം നടത്തി എന്നുള്ളതാണോ കുടുംബത്തിന്റെ ആരോപണം? ഈ കുഞ്ഞിന്റെ 3.5 വയസ്സുകാരൻ്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് രാഹുൽ?
ഹാഷ്മി, കണ്ണൂർ വെടിവെപ്പിൻചാലിൽ ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. വെടിവെപ്പിൻചാൽ സ്വദേശിയായിട്ടുള്ള ധനേഷിന്റെ 3.5 വയസ്സുകാരനാണ് ദുരനുഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ധനേഷ് 24-നോട് പറയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. കുട്ടിയെ ഇന്നലെ രാവിലെ അംഗനവാടിയിൽ വിട്ടു. ഇന്നലെ വൈകിട്ട് കുട്ടിയുടെ ബന്ധു ഈ കുട്ടിയെ അംഗനവാടിയിൽ നിന്നും കൂട്ടാൻ ചെന്നപ്പോഴാണ് ഈ പരുക്ക് പറ്റിയ വിവരം അറിയുന്നത്. ഈ പരുക്ക് പറ്റിയ വിവരം കുടുംബത്തിൽ നിന്നും മറച്ചു വെച്ചു. അതുമാത്രമല്ല, കൃത്യമായ ചികിത്സ ഈ കുട്ടിക്ക് നൽകിയില്ല എന്ന ആരോപണങ്ങളാണ് ധനേഷ് ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ധനേഷ് ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പരിക്ക് പറ്റിയ ശേഷം ഈ മുറിവിൽ ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ പോലത്തെ എന്തോ വസ്തുവാണ് വെച്ചതെന്നും ധനേഷ് ആരോപിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് ഒരു 5 മണിയോടുകൂടി കുട്ടിക്ക് പനി ആരംഭിച്ചു. ആദ്യം പ്രാഥമികമായി ചികിത്സ നൽകി, പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അവിടെ എത്തിച്ചപ്പോഴാണ് ആന്തരിക രക്തസ്രാവമുള്ളതായുള്ള വിവരങ്ങൾ ആശുപത്രി അധികൃതർ കുടുംബത്തെ അറിയിക്കുന്നത്. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടിയെ എത്തിച്ചിട്ടുള്ളത്. കുട്ടി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ആശുപത്രിയിൽ നിന്നും വിവരം പോലീസിന് കൈമാറും. തുടർന്ന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും ഈ അംഗനവാടി ടീച്ചർമാർക്ക് ഒരു വീഴ്ച സംഭവിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ ഈ അംഗനവാടി ടീച്ചർമാരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അവർ ഫോൺ എടുക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. എന്താണെങ്കിലും ഈ വിവരം മറച്ചു വെച്ചു, കൃത്യമായി ചികിത്സ നൽകിയില്ല എന്ന കാര്യങ്ങളാണ് കുടുംബം നിലവിൽ ആരോപിക്കുന്നത്. ഹാഷ്മി, രാഹുൽ സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കുഞ്ഞുങ്ങളാണ് ചിലപ്പോൾ വീഴാം, ചില മുറിവ് പറ്റാം, പക്ഷെ അത് മുറിവൊക്കെ മറച്ചു വെച്ച് ചെറിയ മുറിവ് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വീണു എന്നൊക്കെ പറയുന്നത് അതിഗുരുതരമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ്. എന്താണ് ഉണ്ടായതെന്ന് കൃത്യമായ പരിശോധന നടക്കട്ടെ. അംഗനവാടി ജീവനക്കാർക്ക് പിഴവുണ്ടെങ്കിൽ മാതൃകാപരമായി ശിക്ഷിക്കട്ടെ. കാരണം ഇനി അത് ഉണ്ടായിക്കൂടാ. കാര്യം എന്തൊക്കെ സംഭവിക്കാം അത്തരത്തിൽ മുറിവുകൾ മറച്ചു വെച്ചാൽ, ഇന്ത്യൻ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായാൽ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ അടുത്തിരിക്കെ BJPയിൽ വിഭാഗീയത രൂക്ഷം. നേതൃത്വത്തെ വിമർശിച്ച് ജില്ലാ കമ്മിറ്റി അംഗം തരൂർ സുരേന്ദ്രൻ രംഗത്തെത്തി. കിഴക്കഞ്ചേരിയിൽ BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിന്റെ ബൈക്ക് അജ്ഞാതർ കത്തിച്ചു. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാമെന്ന BJPയുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് ജില്ലാ നേതൃത്വത്തിലെ ചേരിപ്പോര്. കോൺഗ്രസിനോടിടഞ്ഞ AV ഗോപിനാഥിനെ JP നദ്ദ പങ്കെടുത്ത പരിപാടിയിലേക്ക് ക്ഷണിച്ചതിലാണ് ജില്ലാ കമ്മിറ്റി അംഗമായ സുരേന്ദ്രൻ തരൂരിന് അമർഷം. പാർട്ടിയിൽ കൂടിയാലോചനയില്ലെന്നും കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് പല നേതാക്കളും ശ്രമിക്കുന്നതെന്നും സുരേന്ദ്രൻ തരൂർ കുറ്റപ്പെടുത്തി. വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനും അല്ലെങ്കിൽ അസംബ്ലി ഇലക്ഷനും താറുമാറാക്കാനും അതിലേക്കൊരു വിഭാഗീയത കൊണ്ടുവരാനും അതിൽ BJPക്ക് വോട്ട് കിട്ടാതിരിക്കാനുള്ള പരിപാടിക്കല്ലേ ഈ ഒരു നീക്കം എന്നാണ് ഞങ്ങളുടെ പെരുമുറിച്ചി പഞ്ചായത്തിലെ പ്രവർത്തകർക്കും ഞങ്ങൾക്കെല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. അതിനിടെ പാലക്കാട് കിഴക്കഞ്ചേരിയിൽ BJP നേതാവിന്റെ ബൈക്ക് കത്തി നശിച്ച നിലയിൽ കണ്ടെത്തി. BJP കിഴക്കഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രേംരാജിന്റെ ബുള്ളറ്റാണ് കത്തി നശിച്ചത്. പുലർച്ചെ 1 മണിയോടെയാണ് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിന് തീ പിടിച്ചതായി വീട്ടുകാർ കണ്ടത്. പാർട്ടിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില തർക്കം നിലനിന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണോ തീവെപ്പെന്ന് സംശയമുണ്ട്. സംഘടനാപരമായിട്ട് ചെറിയ വിഷയങ്ങളുണ്ടായിട്ട് എന്നെ ഇന്നലെ 6 മണിക്ക് കിഴക്കഞ്ചേരിയിൽ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. എൻ്റെ ബസ് നിർത്തുന്ന പമ്പിൽ പോയിട്ട് എന്നെ അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ 1-2 കപ്പ് ആരാണ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. വടക്കഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 24 പാലക്കാട്. ജിജിൻ പ്രകാശ് പറയുന്നു, അംഗനവാടി ടീച്ചർ മനഃപൂർവ്വം ഒന്നും ചെയ്തതാവില്ല. മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ മുറിവ് മറച്ചു വെക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അംഗനവാടിയിലേക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുന്നത് എങ്ങനെയാണ്? എല്ലാം തീരെ പൊടിക്കുഞ്ഞുങ്ങളാണ്. അതുങ്ങളെല്ലാം വിശ്വസിച്ചാണ് അവിടെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കൃത്യമായ എന്താണ് സംഭവിച്ചതെന്നടക്കം വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ അവർക്ക് ബാധ്യതയുണ്ട്. നെഹ്റു ട്രോഫി മത്സരത്തിലെ സ്റ്റാർട്ടിങ്ങിലെ പിഴവ് സംഘാടകരെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിച്ചുവെന്ന് കുമരകം ബോട്ട് ക്ലബ്ബ്. സ്റ്റാർട്ടർമാരുടെ ഭാഗത്തുനിന്ന് വലിയ പിഴവാണ് ഉണ്ടായതെന്നും അനുകൂലമായ വിധി ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടേക്ക് പോകുമെന്നും KTBC 24-നോട് പറഞ്ഞു. മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് കുമരകം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നടുഭാഗത്തിനും കപ്പ് നഷ്ടമായത്. അന്നു തന്നെ സ്റ്റാർട്ടർമാർക്കുണ്ടായ പിഴവ് KTBC ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്നലെ ADMന്റെ യോഗത്തിലും ഇക്കാര്യം ആവർത്തിച്ചു. വീഡിയോ ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളും യോഗത്തിൽ ഹാജരാക്കി. എന്നാൽ അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് KTBCയുടെ തീരുമാനം. കാരണം ഞങ്ങൾക്ക് പോയിരിക്കുന്ന 3 സെക്കൻഡാണ്. ഞങ്ങൾ തോറ്റിരിക്കുന്നത് 30 മൈക്രോ സെക്കൻഡാണ് തോറ്റിരിക്കുന്നത്. ആ 3 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വ്യക്തമായി ഒരു 5-6 പേരുടെ ലീഡിന് ജയിക്കേണ്ട ഒരു വള്ളമാണ് നടുഭാഗം വള്ളം KTBC. അപ്പം ഇത് നടന്നില്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. മത്സരം തുടങ്ങുന്നതിന് മുൻപ് ട്രാക്കിൽ മറ്റൊരു ബോട്ട് ഉണ്ടായിരുന്നുവെന്നും ഇത് മാറ്റാൻ ആവശ്യപ്പെടുന്നതിനിടയിൽ മത്സരം തുടങ്ങിയെന്നുമാണ് പരാതി. വള്ളത്തിൽ എഴുന്നേറ്റ് നിന്ന് തുഴക്കാർ തയ്യാറല്ലെന്ന് പറയുന്ന ദൃശ്യങ്ങളാണ് തെളിവായി KTBC നൽകിയത്. മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ കപ്പ് നഷ്ടമായ VBC പരാതിയുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് KTBCയും നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. ടോബി ജോൺസൺ, 24 കോട്ടയം.
മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറ് കയറ്റിക്കൊന്ന സംഭവത്തിൽ രണ്ടാം പ്രതി ശ്രീകുട്ടിക്കെതിരെ വീണ്ടും പോലീസ്. കുറ്റകൃത്യത്തിൽ ശ്രീകുട്ടി പങ്കാളി എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള അഡീഷണൽ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റിക്കൊന്ന സംഭവത്തിൽ രണ്ടാം പ്രതി ശ്രീകുട്ടിക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസിന്റെ പുതിയ നീക്കം. അപകടശേഷം യുവതിയുടെ ശരീരത്തിൽ കൂടി വാഹനം മുന്നോട്ടെടുക്കാൻ അജ്മലിന് പ്രേരണ നൽകിയത് ഡോക്ടറായിരുന്ന ശ്രീകുട്ടി എന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. ഭാരതീയ ന്യായ സംഹിത വകുപ്പ് 52 പ്രകാരം ശ്രീകുട്ടിക്കെതിരെ പ്രേരണാക്കുറ്റമായിരുന്നു ആദ്യം ചുമത്തിയിരുന്നത്. എന്നാൽ കുറ്റകൃത്യത്തിൽ ശ്രീകുട്ടിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ന്യായ സംഹിത 54 വകുപ്പ് കൂടി ചുമത്തി ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് പുതിയ റിപ്പോർട്ട് നൽകി. പ്രേരണയ്ക്കൊപ്പം കുറ്റകൃത്യവേളയിലെ സാന്നിധ്യം കൂടി കണക്കിലെടുത്തുള്ള ശിക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസിന്റെ പുതിയ നീക്കം. കേസിൽ ഒന്നാം പ്രതി അജ്മലിന്റെ ജാമ്യാപേക്ഷ കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. 24 കൊല്ലം. ഡൽഹിയിൽ യുനാനി ഡോക്ടറെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ 16 വയസ്സുകാരൻ അറസ്റ്റിൽ. സഹപ്രവർത്തകയുടെ ഭർത്താവിന്റെ കൊട്ടേഷൻ പ്രകാരമാണ് കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. 16 വയസ്സുകാരൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് അറസ്റ്റിലായ 16 വയസ്സുകാരൻ. കൊല്ലപ്പെട്ട ഡോക്ടർ ജാവേദ് അക്തറും നഴ്സും തമ്മിലുള്ള സൗഹൃദമാണ് കൊട്ടേഷൻ കൊലപാതകത്തിന് കാരണമായത്. പ്രതികളിൽ ഒരാൾ നഴ്സിന്റെ മകളുമായി പ്രണയത്തിലായിരുന്നു. അക്തറിനെ കൊന്നാൽ മകളുമായുള്ള വിവാഹത്തിന് സമ്മതിക്കാമെന്ന് നഴ്സിന്റെ ഭർത്താവ് വാഗ്ദാനം ചെയ്തെന്നാണ് അന്വേഷണത്തിൽ ഡൽഹി പോലീസ് കണ്ടെത്തിയത്. നഴ്സിനെയും ഭർത്താവിനെയും ചോദ്യം ചെയ്യുകയാണ്. കാളിന്തിക്കുഞ്ചിലെ നഴ്സിംഗ് ഹോമിൽ യുനാനി ഡോക്ടർ ഇന്നലെ പുലർച്ചെയാണ് വെടിയേറ്റ് മരിച്ചത്. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. കൊലപാതകത്തിനു പിന്നാലെ പ്രതികളിൽ ഒരാൾ 2024 ആദ്യ കൊലപാതകമെന്ന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കുറിച്ചിരുന്നു. ഇതും അന്വേഷണത്തിൽ നിർണായകമായി. കൊലപാതകത്തിനായി ഉപയോഗിച്ച തോക്ക് ജാഫറാബാദിൽ നിന്നാണ് ഇയാൾ സംഘടിപ്പിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. കൂട്ടുപ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. അന്വേഷണത്തിന് 6 അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. 24 ഡൽഹി. തമിഴ്നാട്ടിൽ വീണ്ടും ഗുണ്ടാ നേതാവിനെ വെടിവെച്ചിട്ട് പോലീസ്. കൊലപാതക കേസുകൾ പ്രതിയായ റിച്ചാർഡ് സച്ചിനെയാണ് ദിണ്ടിഗലിൽ വെച്ച് തെളിവെടുപ്പിനിടെ പോലീസ് വെടിവെച്ചത്. കാലിന് പരിക്കേറ്റ ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തമിഴ്നാട് പോലീസ് തോക്ക് താഴെ വെക്കുന്നില്ല. ഇത്തവണ വെടിവെച്ചത് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് റിച്ചാർഡ് സച്ചിനെ. നിരവധി കൊലപാതക കേസുകളിൽ പ്രതിയാണ്. ദിണ്ടിഗലിൽ വെച്ച് ഇർഫാൻ എന്നയാളെ റിച്ചാർഡ് സച്ചിനും സംഘവും ശനിയാഴ്ച കൊലപ്പെടുത്തിയിരുന്നു. 6 പ്രതികളുള്ള കേസിൽ 4 പേരെ പോലീസ് പിടികൂടി. 2 പേർ കോടതിയിൽ കീഴടങ്ങി. കേസിലെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ തങ്ങളെ പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചതായി പോലീസ് പറയുന്നു. ഇയാൾ രക്ഷപ്പെടുന്നതിനിടയിൽ വെടിവെച്ചെന്നാണ് പോലീസിന്റെ വിശദീകരണം. പ്രതിയുടെ കാലിലാണ് വെടിയേറ്റത്. ഇയാൾ ദിണ്ടിഗൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ ഒരു പോലീസുകാരനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 24 ചെന്നൈ. തമിഴക വെട്രി കഴകത്തിന്റെ ആദ്യ സമ്മേളനത്തിന് മുൻപ് പ്രവർത്തകർക്ക് കത്തെഴുതിയ നടൻ വിജയ് വിമർശകരുടെ ചോദ്യങ്ങൾക്ക് സമ്മേളനത്തിൽ മറുപടി നൽകും എന്ന് പറഞ്ഞ വിജയ് പ്രവർത്തകർക്ക് നിർദ്ദേശങ്ങളും നൽകി. സമ്മേളനം നടക്കുന്ന വിഴുപ്പുറത്ത് രാവിലെ ഭൂമിപൂജ നടന്നു. ഇതിന് പിന്നാലെ എക്സിലൂടെയാണ് വിജയ് കത്ത് പുറത്തുവിട്ടത്. പാർട്ടി സമ്മേളനത്തിലൊരുങ്ങാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്ന വിജയുടെ കത്തിലുടനീളം പ്രവർത്തന രീതിയെപ്പറ്റിയാണുള്ളത്. കുടുംബത്തിൽ സ്വീകാര്യനാവുക, മികച്ച പൗരനാവുക, റോൾ മോഡലായി തീരുക, ഇവ 3ഉമാണ് ഏറ്റവും പ്രധാനമെന്ന് വിജയ് പറയുന്നു. നിരവധി ചോദ്യങ്ങൾ ദിവസവും ഉയരുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ എത്രനാൾ നിലനിൽക്കുമെന്നാണ് പ്രധാന ചോദ്യം. എല്ലാത്തിനും സമ്മേളനത്തിൽ മറുപടി ഉണ്ടാകും. ചിട്ടയായ പ്രവർത്തനമാണ് വേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്ന വിജയുടെ കത്തിൽ പാർട്ടിക്ക് വ്യക്തമായ ചട്ടക്കൂടുണ്ടാകുമെന്ന സൂചനയുമുണ്ട്. പാർട്ടി രൂപീകരിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അവരുടെ പ്രശ്നങ്ങളിൽ അവസാനം വരെ കൂടെ ഉണ്ടാകും. വിവേകപൂർവ്വം സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നും വിജയ് ആവശ്യപ്പെട്ടു. രാവിലെ സമ്മേളന നഗരിയായ വിഴുപ്പുരത്ത് ഭൂമിപൂജ നടന്നു. വിജയുടെ സാന്നിധ്യത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് ചടങ്ങിൽ പങ്കെടുത്തു. കുറ്റമറ്റ രീതിയിൽ സമ്മേളനം നടത്തി ഇൻട്രോ സീൻ തന്നെ ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് വിജയും പാർട്ടിയും. മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. അപ്പോൾ അറസ്യൽ ഗലാട്ട തീരുന്നില്ല. അപ്പോൾ ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും, ഏത് രീതിയിലാണ് അത് DMKക്ക് വെല്ലുവിളിയാവുക തുടങ്ങിയ കാര്യങ്ങൾ തമിഴക രാഷ്ട്രീയത്തെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. സ്പോർട്സ് വാർത്തകൾ. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ആദ്യ മത്സരം. രാത്രി 7:30 ദുബായിൽ നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലാൻഡ് എതിരാളികളാണ്. ആശാ ശോഭനയും സജന സജീവനും ആദ്യ 11-ൽ ഇടം പിടിക്കും എന്ന പ്രതീക്ഷയിലാണ് മലയാളി ആരാധകർ. ഇന്നുച്ചയ്ക്ക് 3:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെയും നേരിടും. കുട്ടിക്രിക്കറ്റിന്റെ വിശ്വപോരിൽ പുരുഷ ടീമിന് പിന്നാലെ കിരീടം നേടാൻ ഇന്ത്യൻ വനിതാ ടീം. പലകുറി കയ്യെത്തും ദൂരെ നഷ്ടമായ കിരീടം ഇത്തവണ നേടാമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇന്ത്യയുടെ പെൺപട. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, സ്മൃതി മന്ദാന, ഷഫാലി വർമ്മ, ജമീമ റോഡ്രിഗ്സ്,
ദീപ്തി ശർമ്മ. ഇന്ത്യൻ സ്ക്വാഡിൽ മാച്ച് വിന്നർമാർ ഏറെ. ചരിത്രത്തിൽ ആദ്യമായി 2 മലയാളി താരങ്ങളും ഇന്ത്യൻ സ്ക്വാഡിലുണ്ട്. വയനാട്ടുകാരി സജന സജീവനും തിരുവനന്തപുരം സ്വദേശി ആശ ശോഭനയും. മലയാളികൾ ഉള്ളപ്പോഴെല്ലാം ഇന്ത്യൻ പുരുഷ ടീം ലോകകപ്പ് നേടിയിട്ടുണ്ട്. ആശയും സജനയും ഇന്ത്യൻ വനിതാ ടീമിന്റെ ഭാഗ്യനക്ഷത്രങ്ങളാകുമെന്ന പ്രതീക്ഷയിലാണ് മലയാളി ആരാധകർ. പരിചയസമ്പത്തും യുവത്വവും ഒത്തിണങ്ങിയ ടീമാണ് ലോകകപ്പിൽ 2 തവണ റണ്ണറപ്പുകളായിട്ടുള്ള ന്യൂസിലാൻഡിൻ്റേത്. സോഫി ഡിവൈൻ നയിക്കുന്ന ടീമിൽ സുസി ബെയ്റ്റ്സ്, അമേലിയ കേർ തുടങ്ങി ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്താൻ പോകുന്ന താരങ്ങൾ ഏറെയുണ്ട്. വനിതാ ലോകകപ്പിലെ നേർക്കുനേർ പോരാട്ടങ്ങളിൽ ഒപ്പത്തിനൊപ്പമാണ് ഇന്ത്യയും ന്യൂസിലാൻഡും. ഇരുവർക്കും 2 വീതം ജയം. സ്പോർട്സ് ഡെസ്ക് 24. ISL FC ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം രാത്രി 7:30 ഗോവ ഫത്തോർദ സ്റ്റേഡിയത്തിലാണ് മത്സരം. 3 മത്സരങ്ങളിൽ 1 വീതം ജയവും തോൽവിയും സമനിലയുമോടെ 4 പോയിന്റാണ് ഗോവയ്ക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനുമുള്ളത്. ഇന്ന് ജയിക്കുന്നവർക്ക് പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തേക്ക് ഉയരാനുള്ള അവസരമുണ്ട്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന നടൻ രജനീകാന്ത് ആശുപത്രി വിട്ടു. രജനീകാന്തിന്റെ ആരോഗ്യനില തൃപ്തികരം എന്നാണ് ചെന്നൈ അപ്പോളോ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഒരാഴ്ച കാലത്തെ വിശ്രമം ഡോക്ടേഴ്സ് തലൈവന് നിർദ്ദേശിക്കുന്നു. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് രജനീകാന്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായത്. ഹവാല പണം പോലീസ് വീതം വെച്ചുവെന്ന പരാതിയുമായി പ്രതിരംഗത്ത്. കാസർഗോഡ് അണങ്കൂർ സ്വദേശി BM ഇബ്രാഹിമാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഹോസ്ദുർഗ് പോലീസ് പിടിച്ച 7 ലക്ഷം രൂപ കോടതിയിൽ എത്തിയില്ല എന്നാണ് ആരോപണം. 2023 ഓഗസ്റ്റ് 25-നാണ് കാഞ്ഞങ്ങാട് ഫെഡറൽ ബാങ്ക് ATM കൗണ്ടറിന് മുന്നിൽ വെച്ച് BM ഇബ്രാഹിമിനെ ഹോസ്ദുർഗ് പോലീസ് പിടികൂടുന്നത്. ഇബ്രാഹിമിന്റെ സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന 7 ലക്ഷം രൂപ പോലീസ് പിടിച്ചെടുത്തു. എന്നാൽ കോടതിയിലെത്തിച്ചത് 4,68,000 രൂപ മാത്രം. ആ സമയത്ത് എത്ര രജിസ്റ്റർ ചെയ്ത് എന്തോ എനിക്കും അറിയില്ല. ഞാൻ ആ സമയത്ത് എനിക്കൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ഒരു ലോയറെ ഉപദേശം തോടിയിട്ട് വിവരാവകാശ രേഖ വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. ആ സമയത്ത് എന്നോട് പറയുന്നത് അതിൽ 4,68,000 രൂപ മാത്രമാണ് ഉള്ളത്. വീണ്ടും ഞാൻ മേലധികാരികൾ അപ്പീൽ നൽകി. അപ്പോഴും ഉള്ളത് 4,68,000 രൂപയാണ്. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് 2 പേപ്പറുകളിൽ പോലീസ് ഒപ്പിട്ട് വാങ്ങിയെന്നും പണത്തിന്റെ സ്രോതസ് കാണിക്കാൻ പോലീസ് അനുവദിച്ചില്ലെന്നുമാണ് ആരോപണം. പണത്തിലുള്ള സ്രോതസ് അവർ ചോദിക്കാൻ അനുവദിച്ചില്ല. അവരെ മുഖേന അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് 4 പോലീസുകാർ എന്നെ വരട്ടുന്നു. എന്താടാ എവിടുന്നാ പണം എവിടുന്ന പറയടാന്ന് പറഞ്ഞൊരു പോലീസിന്റെ രീതിയിലുള്ള ഒരു ഇതാണ് അവിടെ ഉണ്ടായിരുന്നത്. എനിക്കൊരു ഫ്രീഡം കിട്ടിയില്ല. 7 ലക്ഷം രൂപ പോലീസ് കണക്കിൽ കാണിച്ചില്ലെന്ന പരാതിയുമായി ഇബ്രാഹിം DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. പോലീസിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഹവാല പൊട്ടിക്കൽ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. 24 കാസർഗോഡ്. PVN പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്. സ്വർണ്ണക്കടത്തിൽ പിടിക്കുന്ന സ്വർണം പോലീസ് അടിച്ചു മാറ്റുന്നു, ഹവാല പണത്തിൽ പിടിക്കുന്ന പണം പോലീസ് അടിച്ചു മാറ്റുന്നു എന്നാണ് PVN ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോപണത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പരാതിയാണ്. അന്വേഷിക്കട്ടെ, കണ്ടെത്തുമെന്നൊക്കെ നമുക്ക് നോക്കാം. അന്തരിച്ച നടൻ മോഹൻരാജിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ചെന്നൈയിലായിരുന്ന ഭാര്യയും മകളും ഇന്ന് പുലർച്ചെ കാഞ്ഞിരംകുളത്തെത്തി. കാഞ്ഞിരംകുളം ദൃശ്യ ഓഡിറ്റോറിയത്തിലെ പൊതുദർശനം കഴിഞ്ഞാകും സംസ്കാര ചടങ്ങുകൾ. പാർക്കിൻസൺസ് രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടാണ് മോഹൻരാജ് മരിച്ചത്. ആറളം ഫാമിലെ അനധികൃത മരമുറിയിൽ കരാർ സ്ഥാപനത്തിനെതിരെ പോലീസ് കേസെടുത്തു. കരാറെടുത്ത മേമി ആൻഡ് സൺസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് ആറളം പോലീസ് കേസെടുത്തത്. പാഴ്മരങ്ങൾ മുറിക്കാനുള്ള കരാറിന്റെ മറവിൽ സംരക്ഷിത മരങ്ങൾ മുറിച്ച് കടത്തി ഇതിലാണ് നടപടി. ആറളം ഫാം 5-ാം ബ്ലോക്കിലെ പുനർകൃഷി കരാറിന്റെ മറവിലാണ് മരം കൊള്ള നടന്നത്. കശുമാവും പാഴ്മരങ്ങളും പുനർകൃഷിക്കായി മുറിക്കാനായിരുന്നു കരാർ. എന്നാൽ ഇരുൾ അടക്കമുള്ള കൂറ്റൻ സംരക്ഷിത മരങ്ങൾ ഇതോടൊപ്പം മുറിച്ചു കടത്തി. വിവാദമായതോടെ ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോലീസിൽ പരാതി നൽകി. ഇതോടെയാണ് കരാർ സ്ഥാപനമായ കണ്ണൂർ വളപട്ടണത്തെ മേമി ആൻഡ് സൺസിനെതിരെ കേസെടുത്തത്. സ്പെസിഫൈഡ് വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇരുൾ, ചടച്ചിൽ അടക്കമുള്ള മരങ്ങൾ അനുമതിയില്ലാതെ മുറിച്ചതായി വ്യക്തമായതോടെ വനം വകുപ്പും കേസെടുക്കുന്നതിൽ നിയമോപദേശം തേടിയിട്ടുണ്ട്. തലശ്ശേരി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് പ്രതിനിധികൾ ഉൾപ്പെട്ട പ്രത്യേക സംഘവും അന്വേഷണം നടത്തുന്നുണ്ട്. 24 കണ്ണൂർ. കേരള അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ എറണാകുളം ആലപ്പുഴ സോണിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുകയും ചെയ്തു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സോൺ പ്രസിഡന്റ് KV കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജു മേനോൻ, സോൺ സെക്രട്ടറി പ്രജീഷ് OP, ട്രഷറർ ബിനോപോൾ,
സംസ്ഥാന ഭാരവാഹികളായ ജോൺസ് വളപ്പില, സന്ദീപ് നായർ, AT രാജീവ്, ഷൈൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും മത്സരങ്ങളും അരങ്ങേറി. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ കോഴിക്കോട്ടെ BJP നേതാവിന് നേതൃത്വത്തിന്റെ സംരക്ഷണം. കൊയിലാണ്ടി മുൻ മണ്ഡലം ജനറൽ സെക്രട്ടറി AV നിതിൻ BJP പരിപാടികളിൽ ഇപ്പോഴും സജീവമാണ്. MLA ഓഫീസിലേക്ക് BJP സംഘടിപ്പിച്ച മാർച്ചിൽ നിതിനും പങ്കെടുത്തു. ദൃശ്യങ്ങൾ 24 കിട്ടി. കൊയിലാണ്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ AV നിതിൻ. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, പ്രഫുൽ കൃഷ്ണ പ്രിയപ്പെട്ട നിതിൻ എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇതിൽ നേതൃത്വത്തിന്റെ വിശദീകരണം എന്താണ്? ഹാഷ്മി, നിയമസഹായം തേടിയ യുവതിക്ക് നേരെയാണ് അഭിഭാഷകനും കൊയിലാണ്ടി മുൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള AV നിതിൻ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുകയും ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയും ചെയ്തത്. എറണാകുളം സ്വദേശി നൽകിയ പരാതിയിൽ കടവന്ത്ര പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെ ജില്ലാ നേതൃത്വം AV നിതിനെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നടപടി കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇന്നലെയാണ് കൊയിലാണ്ടി MLA ഓഫീസിലേക്ക് BJP ഒരു പരിപാടി മാർച്ച് നടത്തിയത്. ഈ പരിപാടിയിലാണ് ഏറ്റവും ഒടുവിൽ AV നിതിൻ പങ്കെടുത്തിട്ടുള്ളത്. ഇതിൽ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള പ്രഫുൽ കൃഷ്ണയാണ് ഈ AV നിതിനെ പ്രിയപ്പെട്ട AV നിതിൻ കൊയിലാണ്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സ്വാഗതം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ AV നിതിന് സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ജില്ലാ നേതൃത്വത്തിന്റെ നടപടി കൊയിലാണ്ടി മണ്ഡലം കമ്മിറ്റി ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല. ഈ യുവതിയും ഈ പ്രതിയും തമ്മിൽ സൗഹൃദത്തിലാവുന്നത് നേരത്തെ ഈ യുവതിയുടെ ഭർത്താവ് നൽകിയ ഒരു പരാതിയുമായി ബന്ധപ്പെട്ടാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും പരിചയത്തിലാവുന്നത്. തുടർന്ന് നമ്പർ കൈക്കലാക്കിയ ശേഷം ഫോണിലൂടെ അശ്ലീല ചുവയോടുകൂടി സംസാരിച്ചുവെന്നും ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചുവെന്നുമാണ് കേസ്. ഈ കടവന്ത്ര പോലീസ് ഈ കേസ് എന്തായാലും കൊയിലാണ്ടി പോലീസിന് ഉടൻ തന്നെ കൈമാറും. കേസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് BJP നേതൃത്വം ഈ പ്രതിക്ക് സംരക്ഷണം നൽകുന്നത്. ഹാഷ്മി. രാഹുൽ സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇനിയിപ്പോൾ നേതൃത്വം ഒന്നുകൂടി വിശദീകരിക്കട്ടെ എന്തിനാണ് സംരക്ഷണമെന്ന്. ഇനി സ്വർണ്ണവില കാണാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൽക്കാലം നമ്മുടെ ഉച്ചവാർത്തായാത്ര പൂർണ്ണമാവുന്നു.